അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിക് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം അൽ അദീബ് അതിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടും പ്രസംഗവുമായിട്ട് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന ഒരു പൊതുവേദിയാണ് അൽ അദീബിൻ്റെ ഇന്നത്തെ ഒരു വേദി. നമുക്ക് ഒരുപാട് പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഡിസംബർ 18 അല്ലേ, അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. അതെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു UN അംഗീകരിച്ച ഒരു 6 ഭാഷകളിൽ അറബി ഭാഷ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതെ, അതിൻ്റെ ഭാഗമായിട്ട് 1973 ഡിസംബർ 18 അന്താരാഷ്ട്ര UN അന്താരാഷ്ട്ര ഔദ്യോഗിക ഭാഷയായി അതിൻ്റെ 6 ഭാഷകളിലെ ഒരു ഭാഷയായിട്ട് അറബിയെ തിരഞ്ഞെടുത്തത്. അതെ, അതിൻ്റെ ഒരു ഓർമ്മക്കാണ്. അതുപോലെ വേൾഡ് ലാംഗ്വേജ് എന്നുള്ള പേരിലാണ് ഒരു ലാംഗ്വേജ് ആയിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കുറേയേറെ രാജ്യങ്ങളിൽ ഉണ്ട് സംസാര ഭാഷയാണ് നമ്മുടെ അറബി ഭാഷ. അറബ് ഇംഗ്ലീഷ് പോലെ ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ് എന്നീ ഭാഷകൾക്ക് പുറമെ അറബിയെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, UN അതിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് അറബിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മക്കാണ് ശരിക്കും ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പീസ് റേഡിയോയിൽ അൽ അദീബ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെമിറ്റിക് ഭാഷകൾ കുറേ ഉള്ളതിലിപ്പോൾ ശരിക്കും നിലനിൽക്കുന്ന ഒരു ഭാഷ എന്ന് പറയാൻ അതുപോലെ കുറേ എണ്ണം നശിച്ചു പോയി. അതിലിപ്പോൾ നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറബി ഭാഷയാണ്. യെസ്, ഒരുപാട് ജോലി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ഭാഷയും കൂടിയാണ്. നമ്മുടെ കേരളത്തിലാവട്ടെ വിദേശങ്ങളിലാവട്ടെ ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള ഒരു, പ്രത്യേകിച്ച് ഈ ട്രാൻസ്ലേഷൻ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ജോലി സാധ്യതയുള്ള ഇംഗ്ലീഷ് ടു അറബിക്, അതുപോലെ ഇംഗ്ലീഷ് ടു ഫ്രഞ്ച്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല ഭാഷകളിലേക്കും വളരെയേറെ ജോലി സാധ്യതകളുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക, മക്കൾ അറബി ഭാഷ തിരഞ്ഞെടുക്കാൻ. മറ്റൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ലുഅത്തുൽ ഖുർആൻ. അതെ, ഖുർആൻ്റെ ഭാഷയാണ്. ദീന് പഠിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഷ അറബി തന്നെയാണ്. അതെ, അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ഭാഷ എന്ന പേരിൽ അറിയപ്പെടാൻ പറ്റിയ ഭാഷയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാം. അതെ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ആദ്യം നമ്മളിപ്പോൾ കുറേ പാട്ടുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കേട്ടത്. നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഒരു അറബിക് സ്പീച്ച് അബിഷാൻ കെവി അല്ലേ? അതെ, TAM UP സ്കൂൾ എടത്തനാട്ടുകരയിൽ നിന്നുള്ള അബിഷാൻ കെവിയുടെ ഒരു അറബിക് സ്പീച്ചാണ് നമുക്ക് കേൾക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. أيها الحضور الكرام، إن موضوع كلماتنا اليوم عن الشرف العظيم وعمل جليلا على هو دعوة إلى الله. إخوتي، إن دعوة إلى الله هي طريق الأنبياء والرسل، فقد بعث الله نوحا وإبراهيم وموسى وعيسى ومحمد عليه الصلاة والسلام، كلهم يدعون الناس إلى عبادة الله وترك ما سواه. قال تعالى: ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. قال تعالى: أدعو إلى سبيل ربك بالحكمة والموعظة الحسنة. النبي صلى الله عليه وسلم قال: بلغوا عني ولو آية. معنى ذلك أن كل واحد منا مسؤولا أن يبلغ ما يعلم من خير ولو كان شيئا قليلا. أيها الأحبة، ليست الدعوة المقتصرة على الخطب أو الكتب، بل تكون بالأمور بسيطة في حياتنا، تكون بالكلمات الطيبات وبالابتسامة في وجوه الناس
وبالصدق في الكلام وبالأمانة في المعاملة. أيها الأحباء، وقد قال النبي صلى الله عليه وسلم: إنكم لن تسؤوا الناس بأموالكم ولكن يسهم منكم بسط وجه حسن الخلق. فإذا كان مسلم قسوة أخلاقه وسلوكه رأوه الناس فأبدينه واقتدوا به. لذلك يجب علينا أن نجمع على بيوتنا ومدارسنا مجتمعاتنا مجالس الدعوة إلى الخير، نعلم فيها أخلاقه ونؤثر وبالصدق في المعاملة الحسنة، وبالصدق ونعير بالمعاملة الحسنة. أيها الأحباء، من أفضل أعمال دعوة أن نكون سببا في هدايتنا وغيرنا. فقد قال النبي صلى الله عليه وسلم لسيدنا علي: فوالله لأن يهدي الله بك رجل واحدا غير لك من عمر النعيم، أي أن هداية الشخص واحدا على يدك أعلم على أموال الدنيا. أيها الأحبة، ليست الدعوة المقتصرة مجرد الخطب أو كتب، بل هي أول قصة أخلاق وتلميذ الذي يتكلم بكلمات ويساعد الصديق ويطيع والديه ومعلميه بعمله قبل كلام، فهو يدعو إلى دينه بعمله قبل كلام. والطائر الصادق الذي لا يعيش في بيعه هو داعي، والطالب المجتهد في دراسته محافظ على صلاته هو أيضا داعي. اللهم اجعلنا من الدعاة إليك على بصير وانفعنا بنا الإسلام ومسلمين واحشرنا مع نبيك محمد صلى الله عليه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജൗഹറെ, പ്രസംഗം ഇങ്ങനെ കത്തിക്കേറിയായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നത് ഇവൻ 6ാം ക്ലാസ്സിലാണ്. ചിലപ്പോൾ ഈ സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ ഒരു പക്ഷേ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ ഉണ്ടാവും. അറബിക് കലാവേദികൾ, കലാമത്സരങ്ങളാണല്ലോ നടക്കാറുണ്ടല്ലോ. അതിലൊക്കെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു കൊച്ചുമോനാണെന്ന് തോന്നുന്നത്. അതെ, ഏതായിരുന്നാലും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ പ്രാസംഗിക രംഗത്ത്. ചില സമയത്തൊക്കെ നമുക്ക് ഈ ചില പാട്ടുകളും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ സൂചിപ്പിക്കണമെന്ന് തോന്നുന്ന കാര്യമാണ് ഈ അറബി എന്നൊക്കെ പറഞ്ഞാൽ. ഈ അറബി അല്ല, ഏത് അക്ഷരമായാലും അതിൻ്റെ ഉച്ചാരണത്തിലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പം അറബിക്ക് പ്രത്യേകിച്ച് ചില അക്ഷരങ്ങളൊക്കെ അല്ലേ, ഐന്, ഗൈന്, ഖാഫ്, അതെ, അങ്ങനത്തെ കുറച്ച് അക്ഷരങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അറബിക്ക് ഒന്നുകൂടെ സൗന്ദര്യം കൂടും. ഓൾറെഡി സൗന്ദര്യമുള്ളൊരു ഭാഷയാണ്. അതിൻ്റെ ഉച്ചാരണം കൂടെ ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ ചില കാര്യങ്ങളുടെ കോത്ത് നമ്മൾ കേട്ടിരിക്കുമല്ലോ, അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഉച്ചാരണമാണ്. അതെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ അറബി ഭാഷ സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് ആരാണ് നമ്മുടെ കൂടെ? അടുത്തത് നമ്മളോടൊപ്പം ചേരുന്നത് അബിയ അമീർ AV. 7ാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി ആരാണ്? അബിയ അമീർ. അബിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂട്ടുകാരിയാണ്. അതെ, ഓക്കെ. AUP സ്കൂൾ ഏറിയാട്, വണ്ടൂരുള്ള. അപ്പോൾ ഏതായാലും ഒരു സോങ് തന്നെയാണ്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. السلام عليكم. جنود اللطمة قد ظلما قد رمى سهما قلوب الناس قد امتلا أسود ظلما جنود اللطمة قد ظلما قد رمى سهما قلوب الناس قد امتلا أسود ظلما. طوبى يا من قاد الهربا طوبى يا من قاد الهربا طوبى طوبى ضاع به كل الأنهار يعداكم طاب به أصعدا وتساكم قد كر النيرة توبا قد فر الأتمة توبا قد جر اللعب توبا يا توبا
طوبى جنود الأتمة قد العلماء قدرا وسهما قلوب الناس قد امتلا أسود ظلما وللأحجار قوى على الأرض وسوى وللأشجار سوى كذا قال الأقبى وللأحجار قوى على الأرض وسوى وللأشجار سوى كذا قال الأقبى فجئتم حق مجيئي بمستقيم نبعي فجئتم حق مجيئي بمستقيم نبعي إن الإله الله خيرا عيرا من الله للناس منا خيرا خيرا ضاء به كل الأنهار يعداكم طاب به أفعدا وتساكم قد كر النيرة توبا قد فر الأتمة توبا قد جر اللعب توبا يا توبا توبا جنود الأتمة قد ظلما قد رمسهما قلوب الناس قد امتلا أسود ظلما وللهبان هنا قتال واعسنا نبيث والسنا ولو ما قلنا وللهبان هنا قتال واعسنا نبيث والسنا كذا قال الأقوى ويوما سال شريعا وين أجبنا ويوما سال شريعا وين أجبنا മാഷാ അല്ലാ ബാറക്കല്ലാ. നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ അറബി കലോത്സവങ്ങളിൽ ഒക്കെ കേട്ട് പരിചയിച്ചൊരു പാട്ടാണത്. അതെ. മത്സരവേദികളിൽ ഒരുപാട് ആളുകൾ പാടിയ പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അബിയ അമീർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തൊട്ടും പറഞ്ഞ അക്ഷരങ്ങളുടെ കാര്യങ്ങൾ, അതെ, ഈ ഖാഫ് പോലുള്ള അക്ഷരങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആക്കിയാൽ വൃത്തിയാവും, ഒന്നുകൂടെ വൃത്തിയാവും ഇൻഷാ അല്ലാ. അത് ശ്രദ്ധിക്കുക. അക്ഷരങ്ങളുടെ മഹ്റജുകൾ നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് അറബി അക്ഷരങ്ങൾ, അറബി ഭാഷൻ്റെ മാത്രമല്ല എല്ലാ ഭാഷകൾക്കും അതുണ്ടെങ്കിലും അറബിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഹ്റജുകൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അതെ, ഇൻഷാ അല്ലാ. നമുക്ക് ഇതേ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. അബ്ല കെ പി, 8ാം ക്ലാസ്സിലെ അബ്ല കെ പി, PMSA PTHSS കക്കോവ്, കോഴിക്കോട് ജില്ലയാണ്. അതെ, അതായത് നമുക്കൊരു സോങ്ങാണ്. അതെ, അൽ അദീബ് പ്രോഗ്രാമിൽ ധാരാളമായി വന്നിട്ടുള്ളത് സോങ്ങുകളാണ്. മത്സരം കടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് സോങ് തന്നെയാണ്. അതെ, കുറേയേറെ വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യുന്നുണ്ട്, സോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും അൽ അദീബിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അടുത്തായി കേൾക്കാനുള്ളത് ഒരു അറബിക് സോങ്ങാണ്. അസ്സലാമു അലൈക്കും. ഞാൻ അബല, PMSA PTHSS കക്കോ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. يا إخوان يا إخوان إن حياتكم في الإدمان تهلك صحة تدمن دوما لا يا ولا عوضان تسير المال تفسد شرفا لا نجت ولا خيرا يا إخوان يا إخوان إن حياتكم في الإدمان تهلك الصحة تدمن دوما لا يا ولا يضمان تسير المال تفسد شرفا لا نجت ولا خيرا يا إخوان يا إخوان أنتم تحت سكرى ساقلتم فوق الدنيا أحملتم تلك الجنة أحببتم بالخمرة أنتم تحت سكرى ساقلتم فوق الدنيا أحملتم تلك الجنة أحببتم بالخمرة هيا 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 يا إخوانا توبوا توبة الله نرجو آيات يا إخوان
واذكروا الله واذكروا ربا نرجو حياة بالهدى يا إخوان يا إخوان إن حياتكم في الإدمان تهلك الصحة تدمن دوما لا يافى لا يضبان تسر المال تفسد شرفا لا نجاة ولا خيرا يا إخوان يا إخوان لا تطع سبل الشيطان لا تكن للخسران واحفظوا فتنة سكرى واذكروا نعمة الله لا تطع سبل الشيطان لا تكن للخسران واحفظوا فتنة سكرى واذكروا نعمة الله هيا 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 يا إخوانا توبوا توبة الله نرجو حياة يا إخوان واذكروا الله واذكروا ربا نرجو حياة بالهدى يا إخوان يا إخوان إن حياتكم في الإدمان تهلك الصحة تدمن دوما لا يافى لا يضغان تسير المال تفسد شرفا لا نجاة ولا خيرا يا إخوان يا إخوان أنتم ترجو الجنة لا تكن بالليا حسنتم حسن الخطوات أمرتم ربنا الله أنتم ترجو الجنة لا تكن بالليا حسنتم حسن الخطوات أمرتم ربنا الله هيا 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 يا إخوانا توبوا توبة الله نرجو حياة يا إخوان واذكروا الله واذكروا ربا نرجو حياة بالهدى يا إخوان يا إخوان إن حياتكم في الإدمان تهلك الصحة تدمن دوما لا يافى لا يضغان تسير المال تفسد شرفا لا نجاة ولا خيرا يا إخوان يا إخوان إن حياتكم في الإدمان تهلك الصحة تدمن دوما لا يافى لا يضغان تسير المال تفسد شرفا لا نجاة ولا خيرا. മാഷാല്ലാ അബലയുടെ വോയിസ് ആണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഞാനിങ്ങനെ ശ്രദ്ധിച്ച ആ പാട്ടിൽ ഇങ്ങനെ നല്ല ശബ്ദം ഉയർത്തി ആ എന്താ ഒരു ഹൈ പിച്ചൊക്കെ പാടുന്ന ഒരു സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, തീരെ ശബ്ദം അവൾക്ക് ഇടറുന്നില്ല. അതൊരു കഴിവ് തന്നെയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഏതൊരു കാര്യത്തിനും വേണ്ടത് എന്താ അറിയോ, പ്രാക്ടീസ് ആണ്. അതെ, അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ചില സമയത്തൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഉച്ചാരണത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ, കുട്ടികൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി എഴുതുന്ന സമയത്ത് അവരെന്താ വെച്ചാൽ അറബി എഴുതുന്നത് മലയാളത്തിലാണ്. അതെ, അത് മംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ മറബി എന്ന് പറയുന്ന മറബിയിലാണ് ഈ കുട്ടികൾ എഴുതുക. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അത് അവർ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ ഉച്ചാരണമായിരിക്കില്ല, അതിന് അക്ഷരങ്ങൾ മാറിപ്പോകും. അതെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറബിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിന്റെ കൂടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, സബ് ടൈറ്റിൽ അടക്കം വരിക. അപ്പോൾ അത് നോക്കി അതുപോലെ അറബിയിലേക്ക് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കാൻ നന്നാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരാളെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാകും? എന്താണ്? അബ്ത KP 8ാം ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിയാണ്. നേരത്തെ നമ്മുടെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച അബലയുടെ അതേ സ്കൂള് PMS PTHSS കക്കോവിലെ 8ാം ക്ലാസ്സിലെ അബ്ത KP. അവരുടെ ഒരു ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ഞാൻ അബ്ത 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. خجلا 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 اسمك
إنسانا من إصلاح شتانا في الإفساد شيطانا نشر بلاؤك سرطانا خجلا اسمك إنسانا خجلا اسمك إنسانا ما بالنا ربي مال كل القلب ما بالنا ربي مال كل القلب نميت نفائس لذنبي من إصلاح شتانا في الإفساد شيطانا روح في الأنظر ناسا ناسا ظلوا في جوارهم دوما ناسا روح في الأنظر ناسا ناسا ظلوا في جوارهم دوما ناسا لم يولع نفسا وسواسا قد قتلوه لحما نقلوا قد قتلوا لحما نقلوا في اسم الآلهة الفتان في ذي الناسك ثعبان في الدهش الدائم بلدان أين السلام أين السلام أين السلام أين السلام نقصان تقوى نشر بنا الشقوى نقصان تقوى نشر بنا الشقوى وقعنا في البلوى من إصلاح شتانا في الإفساد شيطانا صبت عشقة ثم انكعس عسيري مدت إلى المحبوب الموت يسيري صبت عشقة ثم انكعس عسيري مدت إلى المحبوب الموت يسيري منجلت أقران عرار في القرية والبلوى في القرية والبلدة أطفال تركت في التركة أموال صرفت في الشبهة آباء سجنت في الهجرة لا ننجو لا ننجو لا ننجو لا ننجو قد نجه الرشوى وقد خسر الصفوى قد نجه الرشوى وقد خسر الصفوى حتى منهول إلى البلوى من إصلاح شتانا في الإفساد شيطانا نشر بلاؤك سرطانا خجلا اسمك إنسانا خجلا اسمك إنسانا ما بالنا ربي مال كل القلب ما بالنا ربي مال كل القلب نميت نفائس لذنبي من إصلاح شتانا في الإفساد شيطانا. മാഷാ അല്ലാ, നമ്മൾ കുറേ തവണ കേട്ട പാട്ട് തന്നെയാണ് ഈ അൽ അദീബ് തന്നെ. എത്രയോ വിദ്യാർത്ഥികൾ പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മളെ. പക്ഷെ എന്നിരുന്നാലും അബുത്ത പാടുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയും മനോഹാരിതയും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരോ കഴിവാണല്ലോ. അതെ. അപ്പോൾ ഓരോരുത്തർ പാടുമ്പോഴും അതിൻ്റെ വിവിധ
എന്താ പറയുക, വിഭിന്നങ്ങളായ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും മാഷാ അല്ലാ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അൽ അദീബ് പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഒരു അദീബാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്. അദീബ് മുബാറക്. അദീബ് മുബാറക്. അൽ അദീബിലേക്ക് അദീബ് മുബാറക്കാണ് ഇനി വരുന്നത്. അദീബ് മുബാറക്കും നമ്മളോടൊപ്പം ചേരുന്നത് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ എടക്കര. അറബിക് സോങ് തന്നെയാണ്. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും കൂടെയാണ്. അതെ. السلام عليكم. خجلا 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 اسمك إنسانا من إصلاح شتانا في الفساد شيطانا من إصلاح شتانا في الفساد شيطانا نشر بلاؤك سرطانا خجلا اسمك إنسانا خجلا اسمك إنسانا ما بالنا ربي ما للكل القلب ما بالنا ربي ما للكل القلب نميت نفائس لذنبي من نسلاك شتانا في الفساد شيطانا. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീഖ്. നല്ല ട്യൂണിൽ നല്ല വൃത്തിയിൽ എന്താ പറയുക, നല്ലൊരു പാട്ടുകൂടെ നമ്മൾ കേട്ടു. ഒരേ സോങ് തന്നെ, അവസാനത്തെ 2 പാട്ടുകളും. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇത് തന്നെ മനസ്സിൽ വരാൻ കാരണം ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു നല്ല പാട്ട് പാടുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ ഈ പാട്ട് പാടിയാൽ ഒരുവിധം കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ത് ചെയ്യും, ഒരു ആദ്യത്തെ പല്ലവി എന്നൊക്കെ പറയും, അത് പെട്ടെന്ന് ക്ലിക്കാവും. ക്ലിക്കാവും. അപ്പോൾ കുട്ടികളത് ഇങ്ങനെ ആവർത്തിച്ച് പാടും. അപ്പോൾ എല്ലാവർക്കും തോന്നും ഞാനും ഒന്ന് പാടി നോക്കിയാലോ. അതെ. അങ്ങനെ അങ്ങോട്ട് ട്രെൻഡായി വരുന്ന ചില പാട്ടുകളിൽ പെട്ടൊരു പാട്ടാണ് ഈ മിന്നിസ്ലാഹി ഷത്താന എന്ന് പറഞ്ഞ ഈ ഒരു പാട്ട്. ഏതായാലും മാഷാ അല്ലാ നല്ല പാട്ടായിരുന്നു. അതെ. ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അവസാന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിന്. അതെ. ഈ ഒരു പാട്ട് എഴുതിയ ആളുടെ കഴിവും നമ്മൾ പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഹൃദ്യമായ എല്ലാ ട്യൂൺ ചെയ്യുന്നിടത്താണ്. അതെ. പാട്ട് ട്യൂൺ ചെയ്യുന്നിടത്ത് ചില പാട്ടുകൾ പെട്ടെന്ന് ക്ലിക്കാവും. അതെ. അതുപോലെ ക്ലിക്കായ നല്ലൊരു പാട്ടായിരുന്നു. ഏതായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് അദീബ് മുബാറക്കാണ്. അദീബ് മുബാറക്ക് ഗൈഡൻസ് പബ്ലിക് സ്കൂൾ എടക്കര 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏതായിരുന്നാലും നമ്മുടെ അൽ അദീബ് പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.